എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താ വീട്ടിലല്ല, എറണാകുളത്താണ് ഉള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഷംനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പുതിയ കളക്ഷൻസ്, ഗോൾഡിൻ്റെ പുതിയ കളക്ഷൻസും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഓഫേഴ്സും ഗീവ് അവേ ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നൈറ്റ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ റെഡിയായി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷംനയൊക്കെ ഉണ്ടായിരുന്നു. ഷംനയെ പരിചയപ്പെട്ടു. അതിനുശേഷം ഇവിടുത്തെ ഗോൾഡിൻ്റെ കളക്ഷൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. വമ്പൻ കളക്ഷൻസാണ്. ഒരുപാട് ലൈറ്റ് വെയിറ്റിൻ്റെയൊക്കെ ഞാൻ കാണാത്ത ഒരുപാട് ഡിസൈൻസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നിന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഡയമണ്ട് കളക്ഷനാണ് കേട്ടോ. ഡയമണ്ട് റിംഗ് കളക്ഷൻസ് ഒക്കെയാണ്. ഭയങ്കര ഹെവി വെയിറ്റ് നമ്മള് ഇപ്പൊ ഏറ്റവും ലൈറ്റ് വെയിറ്റ്, നമ്മൾ സാധാരണക്കാരുടെ ജ്വല്ലറി ഏതാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ എല്ലാവരും ഇടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതെ. ഇപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഡയമണ്ടിൽ ഇത്രയും കളക്ഷൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. ഇത് വന്നിട്ട് ഒരുപാട് സ്റ്റോൺ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ കാണുമ്പോൾ കൈ നിറഞ്ഞു നിൽക്കുന്നില്ലേ ഇങ്ങനെ സ്റ്റോൺസ് ആയിട്ട്. ഭംഗിയാണല്ലോ അത് ഇടുമ്പോഴത്തേക്കും ഡയമണ്ട്സിന്റെ ഒക്കെ. ഈ ഡിസൈൻ നോക്കിയാൽ ഈ ഡിസൈൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. 1 ഗ്രാം ഗോൾഡും ഡയമണ്ടിനൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ഈ റിങ്ങിനൊക്കെ നമുക്ക് മാക്സിമം പ്രൈസ് 10,000 12,000 റേഞ്ചിലൊക്കെയാണ് കേട്ടോ. അത് ഇതുപോലെ ഒരു ഡയമണ്ട് ഒക്കെ വെച്ചിട്ട്, ഡയമണ്ട് ഒരുപാട് കല്ലില്ലേ ഇതിലിപ്പോൾ. അതെയോ, നല്ല ഭംഗിയുള്ള റിങ്ങാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട് ഇത്രയും നല്ല കളക്ഷൻസിൽ. അതായത് ഇപ്പോൾ ഡയമണ്ട് സാധാരണ നമ്മൾ പുറത്ത് എടുക്കാറില്ലാത്തൊരു കാര്യമാണ്, കാരണം നല്ല ക്യാഷ് ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഡയമണ്ട് നമുക്ക് ഇടുകയും ചെയ്യാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ. നമ്മൾ ഇത്രയും സമയം കണ്ടത് റോസ് ഗോൾഡാണ് കേട്ടോ. ഇത് വന്നിട്ട് സാധാരണ യെല്ലോ ഗോൾഡിലുള്ളതാണ്. അപ്പോൾ യെല്ലോ ഗോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതിയിൽ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യില്ലേ. ഇതിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാമറയിലൂടെ കാണുന്നത് എനിക്കറിയില്ല, പക്ഷെ നേരിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇത് വന്നിട്ട് എൻഗേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഫങ്ഷൻസൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇച്ചിരി ഹെവി ആയിട്ടുള്ളതാണ്. ഓക്കെ, ഹെവി ആണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല കേട്ടോ. ഡയമണ്ട് റിങ്സിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ഓരോന്നിട്ട് എടുത്ത് കാണിക്കാനുള്ള ആ ഒരു സമയക്കുറവ് കാരണം ഞാനിപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇനിയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷംനയുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ ദിവസവും നമ്മുടെ ഗോൾഡ് റേറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പുതിയതായിട്ട് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം അപ്പോഴപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇതിനുള്ളിൽ സ്പ്രിങ് എന്തെങ്കിലും വരണം. ഇത് നോക്കിയേ, ഈ ബാങ്കിൾ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് 1/2 പവൻ്റെ മുകളിലാണ്. 1/2 പവൻ 5 ഗ്രാം അല്ലേ, 5 ഗ്രാമാണ്. പക്ഷേ നല്ല ഹെവി ആയിട്ടാണ് തോന്നുന്നത്, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കയ്യിലിട്ടാൽ നല്ല സൂപ്പറായിട്ടില്ലേ. സാധാരണ ഇപ്പോഴത്തെ എല്ലാവർക്കും ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടം ഇത് തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ വളയ്ക്കാനും ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്കിനി ഇതിങ്ങനെ ഒടിഞ്ഞു പോകുന്ന, വളഞ്ഞു പോകുന്ന അങ്ങനെ ഒന്നുമില്ല. കറക്റ്റായിട്ട് അത് വീണ്ടും സെറ്റായിട്ട് ഇരുന്നുള്ളൂ അതിൽ തന്നെ. ഇത് നമുക്കിങ്ങനെ എൻഗേജ്മെൻറ്റിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നല്ല ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ്, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാം ഇതുപോലൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളത്. ഇതൊരു 4 ഗ്രാമിൻ്റെ ഡയമണ്ട് ബാങ്കിളാണ്. വളരെ ക്യൂട്ടായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിടുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ സാധാരണ എൻ്റെ കയ്യിൽ ഇതുപോലെ ബാങ്കിലൊന്നും അത്ര ഇണങ്ങാത്തൊരു കൈയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ ഞാനൊരു കഴിച്ചതിന് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ ഭയങ്കര ഭംഗിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് വന്നിട്ട് 1 പവൻ്റെതാണ്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ തന്നെ അത് ഇച്ചിരി ഹെവി ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യാറില്ല. എന്നാൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ ഡയമണ്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. കാണാൻ ഒരു പ്രത്യേക ഒരു എലഗന്റ് ലുക്കിലാണ് തോന്നുന്നത് എനിക്ക്. പ്രത്യേകിച്ച് യൂണീക്ക് ആയിട്ടുള്ള ഒരു ബാങ്കിളായിട്ട് നല്ല രസമായിട്ടുണ്ട്. അതെ, ഹെവി വെയിറ്റ് ഒന്നും ആശയൊക്കെ പോയി. ഇപ്പൊ എല്ലാവരും ലൈറ്റ് വെയിറ്റ് തന്നെ ഡയമണ്ട്സും ചോദിക്കുന്നുണ്ട്, അല്ലാത്തതും ലൈറ്റ് വെയിറ്റ് തന്നെയാണ്
ഇപ്പോഴത്തെ ട്രെൻഡ്. ടീനേജ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും സ്കിൻ ടൈപ്പ് മതി. കാരണം ആൾക്ക് വലിയ അതെ അതിൽ തന്നെ വെറൈറ്റികളാണ് ചോദിക്കുന്നുണ്ട്. കാരണം അപ്പോൾ അത് അങ്ങനെയുള്ള മോഡൽസ് ആണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. ഓക്കെ. ഇത് വന്നിട്ട് ഇതാ 2.5 ഗ്രാമിന്റെ കൈച്ചേനാണ് കേട്ടാ. നല്ല ഭംഗിയായിട്ടില്ലേ ഇത് കാണാനായിട്ട്. ഇത് ഇതാണ്ട് ഇത് ബട്ടർഫ്ലൈ പോലെ ഉണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക ലുക്കിലാണ് ഇതെല്ലാം ഉള്ളത്. ചെയിൻസും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡബിൾ ഹാർട്ടിൻ്റെ ആണ് കേട്ടോ. ഡബിൾ ഹാർട്ടിന് ചില 2 ഹാർട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഞാനിത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അടുത്തത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയ്ക്ക് കളക്ഷൻസ് ആണ്. ഒരുപാട് ഹാർട്ടും അങ്ങനെ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് മതിയെങ്കിൽ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കൈച്ചേനൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. 3.5 ഗ്രാം. ഇത് 3.5 ഗ്രാമേ ഉള്ളൂ. 3.5 ഗ്രാമാണ് കേട്ടോ. കുറച്ചധികം ഹാർട്ടൊക്കെ ചേർന്നിട്ട് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതുപോലെ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. നല്ല ഭംഗിയായിരിക്കും നമ്മളിങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴേ, കൈയൊക്കെ വീശി പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. ശരി. ഇതിപ്പോ ഒരു പവന ഇത് 6 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 6 ഗ്രാമാണ്. 6 ഗ്രാമിലാണ് ഇത്രയും ഡിസൈൻസ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഇതും ഗോൾഡ് തന്നെയാണല്ലോ. ഇതും ഗോൾഡ്, എല്ലാം ഗോൾഡാണ് കേട്ടോ. പക്ഷെ ഇത് ഇച്ചിരി നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കയ്യിലിട്ട് കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ. ഇത് റോസ് ഗോൾഡ് അല്ല, ഇത് റോസ് ഗോൾഡാണ്. ഗോൾഡിൻ്റെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അത്രയും നമ്മളെ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഇത്രയും അടുത്ത് കാണിച്ചു തരുന്നത്. അത് എത്രമാത്രം ഭംഗിയാണെന്ന് സത്യം പറഞ്ഞാൽ ഇതിലൂടെ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ നേരിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കളക്ഷൻസ് ആണ്. നമ്മളിങ്ങനെ 1 ഗ്രാമിൻ്റെയും 2 ഗ്രാമിൻ്റെയൊക്കെ കളക്ഷൻസിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ വരണം. എങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് കേട്ടോ. ഈ സൂചി നൂലെന്ന് പറയുന്ന നമ്മുടെ ഈ കമ്മല് ഒരു പ്രത്യേക ഒരു ജസ്റ്റ് ചെറുതായിട്ടൊന്നും പ്രത്യേകിച്ച് ആണി അങ്ങനെ ഒന്നുമില്ല. ഒരു ചെറിയൊരു കമ്പി മാത്രമേ പുറകിലുണ്ടാവുള്ളൂ. അത് നമ്മളിങ്ങനെ കയറ്റിയിട്ടാൽ മതി കാതിലൂടെ. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. 1 ഗ്രാമിലും 2 ഗ്രാമിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഈ സൂചിയും നൂലിൻ്റെ തന്നെ വേറൊരു കളക്ഷനാണിത്. ഇത് കുറച്ചുകൂടി ഹെവി ആയിട്ട് നമുക്ക് തോന്നും. മറ്റേത് വന്നിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത്. നമ്മളീ കാണുന്നതെല്ലാം 1/2 ഗ്രാം മുതലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. 1/2 ഗ്രാം മുതലാണ് ഈ കമ്മലൊക്കെ വരുന്നത്. 1/2 ഗ്രാം അതുപോലെ തന്നെ 1 ഗ്രാമിൻ്റെയും 2 ഗ്രാമിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ്. ഈ കമ്മല വന്നിട്ട് 4 ഗ്രാമിൻ്റെ കമ്മലാണ് കേട്ടോ. ഏകദേശം 4 ഗ്രാമോളം വെയിറ്റ് വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കല്യാണത്തിനും അല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിനൊക്കെ ഇടുന്ന ടൈപ്പിൽ ആ ഒരു ഇതിൽ അത്യാവശ്യം വലിയ ഒരു ഇതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഏകദേശം ഒരു 1-2 പവനിലോളം വരുന്നതാണ് കരുതുക കേട്ടോ. ഏകദേശം 4 ഗ്രാമേ ഉള്ള 1/2 പവനിലാണ് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നത്. ഇത് 4 ഗ്രാമിൻ്റെ കളക്ഷനിലുള്ള ഒരു കമ്മലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് പുറത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് നല്ല വെയിറ്റ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ കുറച്ച് വലിപ്പമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന കമ്മലിൻ്റെ കളക്ഷൻസ് എല്ലാം 1 പവനകത്ത് വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം 4 ഗ്രാമാണ്. 4 ഗ്രാം 1/2 പവനിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഈ കാണുന്ന ഈ കളക്ഷനെല്ലാം സിംഗപ്പൂർ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്കിത് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഇങ്ങനെ അറബിക് ടച്ചിലുള്ള ആ ഒരു രീതിയിലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇതൊക്കെ 5 ഗ്രാമിൻ്റെയും 6 ഗ്രാമൊക്കെ വരുന്നുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ കാണാനായിട്ട് പുറത്തുനിന്ന് ഇപ്പോൾ നേരിൽ കാണാനായിട്ട് ഏകദേശം ഒരു 1.5 പവനോളം തോന്നിക്കും. നല്ല കളക്ഷൻസ് ആയിട്ടാണ് ഇത് ഓരോന്നും. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് നമുക്ക് 3 ഗ്രാം മുതലുണ്ട്. പക്ഷേ ഇത് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസിൽ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് വരുവാണെങ്കിൽ ഇതുണ്ടോ അറബിക്. ഇതെല്ലാം ലോക്ക് വരുന്ന സംഭവമല്ലേ. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഉണ്ടോ. ഇതിന്റെ തന്നെ റിങ്സും നെക്ലസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എത്ര പവൻ വരും? ഇത് 3 പവനൊക്കെ. ഒരു പവൻ തികച്ചില്ല. എല്ലാം ലൈറ്റ് വെയിറ്റ് ആ. 1/2 പവൻ ആ മോഡൽസ് ഒക്കെ വരുന്നത്. ഇതും വേറെ നമ്മുടെ ടർക്കിഷിൽ വരുന്നത് ഒരു അറബിക് ടച്ചിൽ വരുന്ന സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട്. 5.5 ഗ്രാം. 5 ഗ്രാമൊക്കെ ഉള്ളു അല്ലേ. ഇതിൽ മറ്റേ ബാക്കിൽ അഡ്ജസ്റ്റബിളും കൂടെ ഉണ്ട്. ഒരേപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലത്തെ ടർക്കിഷിന് തന്നെ വേറെ ഡിസൈൻ.
ഗോൾഡ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വൈറ്റ് ഗോൾഡ് അല്ലാത്തത് ഉണ്ടാകും. അപ്പൊ കുറെ പേർക്ക് ചിലവരുടെ കൺസെപ്റ്റ് സ്റ്റോൺസ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ യൂസ് ചെയ്യാം. എല്ലാം ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആ, കുറെ വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന എല്ലാം നമ്മുടെ ചാനലിൽ കാണിക്കുന്നുണ്ട്. ശരി ശരി. എനിക്ക് ഈ ഗോൾഡിനെ കുറിച്ച് ഇത് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് പേരുകൾ, ഒരുപാട് കളക്ഷൻസ്, ഡിസൈൻസ് ഒക്കെ ഇടയിൽ വരുന്നത്. ടർക്കിഷിന്റെ തന്നെ ശരി. ഇതിങ്ങനെ നമ്മൾ ഒരുമിച്ചിടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ? ഭംഗിയുണ്ടാവും. ലെയർ ടൈപ്പ് വരുന്നത് സിംഗിൾ ആയിട്ടുള്ളതും ഉണ്ട്. 3.5 ഗ്രാം 4 ഗ്രാം തൊട്ട് ഈ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 3.5 ഗ്രാം അരപ്പവും തികച്ചില്ല. ഈ മോഡൽ 3.5 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ ജോലിക്കൊക്കെ പോണവർക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഏകദേശം 1 പവനോളം വരുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, കൈ നിറഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് ഇത് വന്നിട്ട് ഇതും ട്വിസ്റ്റ് ചെയ്യുന്നതാണ്. മാഗ്നറ്റിക്. ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ പേര് കേൾക്കുന്നത്. അഞ്ചാഗിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം. ഇതെല്ലാം ട്രെൻഡി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി കളക്ഷൻസ്. ലൈറ്റ് വെയിറ്റ് കുറച്ച് പൊലിമയുള്ള വേറെ ഉണ്ട്. 3 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൊലിമയുള്ള മോഡൽ വളകൾ, വലിയവർക്കുള്ള വളകൾ. പിന്നെ ഇതെല്ലാം 1.5 പവന്റെ ആണ് വരുന്നത്. 1.5 പവന്റെ ആന്റിക്കും ചെട്ടിനാടിന്റെയും ബാംഗിൾസുകളാണ്. സിമ്പിൾ ആയിട്ട്, ഹെവി ആയിട്ടുള്ള വേറെ ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. 1.5 പവന് എന്തുമാത്രം ഒരു പൊലിമയാണല്ലേ നമ്മുടെ ഈ വളയ്ക്ക് കിട്ടുന്നത്. ലക്ഷ്മി വള ട്രഡീഷണൽ അല്ല, അതിന് സെറ്റ് ചെയ്ത 1/2 പവൻ മുതലുള്ള നെക്ലസും ഉണ്ട് നമ്മുടെ. അപ്പൊ ഇതുപോലെ കേരള ടച്ച് ഉള്ള കളക്ഷൻസ് ഉണ്ട് ഇതിന് പുറമെ. ഇതൊക്കെ 2.5 പവൻ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2.5 പവന് അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ട് വളയ്ക്ക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്നെങ്കിലും ചളിങ്ങിപ്പോ അങ്ങനെ ഒന്നും ചെയ്യില്ല. എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ഇതേപോലെ ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഓരോ കയ്യിൽ ഓരോന്നല്ലേ ഇടുള്ളൂ, വലിച്ചുവാരിയൊന്നും ഇടൂലല്ലോ. അപ്പൊ അങ്ങനെ കുറെ ട്രെൻഡി ആയിട്ടുള്ള ബോംബെ ബാംഗിൾസിന്റെ ആണ് ഈ അറ്റം തൊട്ട് അറ്റം വരെയുള്ള ഫുൾ കളക്ഷൻസ്. ശരി. ഇവിടെ ഞാൻ ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. ഇത് 3 ഗ്രാമിന്റെ ബാംഗിൾസ് ആണ്. ഇതെല്ലാം 3 ഗ്രാമിനാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ നമ്മൾ ഒരു പവനല്ലേ ഇതുപോലുള്ള ബാംഗിൾസ് ഒക്കെ വാങ്ങാറുള്ളത്. 3 ഗ്രാം ഇതിപ്പോ വരുന്നതാണ്. എങ്ങനെയുണ്ടോ 3 ഗ്രാമിന് നമ്മൾ പറഞ്ഞില്ലേ 3 പവൻ തൊട്ടുള്ള വെഡിങ് സെറ്റ് ഉണ്ടെന്ന്. അപ്പൊ അതിനകത്ത് നമ്മൾ പോലെയുള്ളവർക്ക് ഇടാനൊക്കെ സാധാരണക്കാർക്ക് ഇടാൻ പറ്റിയ ഉള്ളില് ഫൈബർ ബാൻഡിലിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കുറച്ച് ലാസ്റ്റ് ചെയ്തോളൂ. നമ്മൾ സാധാരണ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഒക്കെ എടുക്കുമ്പോഴേ ഇച്ചിരി പോളിഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തന്നെ അത് ഇച്ചിരി ഭംഗി കുറവായിരിക്കും ഇങ്ങനെ പോളിഷ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ ആ ഒരു പോളിഷ് അല്ല, ഒരു മെറ്റാലിക് ലുക്കിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ പറയണം ഇത് 3 ഗ്രാം ആണെന്ന്, എങ്കിൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഇത്രയും കൂടി എല്ലാം കൂടി ഒരു 2-2.5 പവനിൽ വരുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും വളകൾ ഏകദേശം ഒരു 2.5 പവനേ വരുള്ളൂ. ഇതിപ്പോ എങ്ങനെ ഇതിനുള്ളില് ഫൈബർ ബാംഗിൾ ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചത് ഒരേ ഡിസൈൻ ഇല്ലേ, പക്ഷെ ആ ഒരേ ഡിസൈനിൽ നിന്ന് മാറി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഈ 3 ഗ്രാമിലും 4 ഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ 4 ഗ്രാമൊക്കെ ഉള്ളൂ. 4 ഗ്രാം 3 ഗ്രാമിന് ഒരുപാട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ 3 ഗ്രാമിലും 4 ഗ്രാമിലൊക്കെ ബാംഗിൾസ് ഒക്കെ കാണുന്നത്. ഇങ്ങനെ കൈ നിറയെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഒരു 10 പവൻ്റെ വെഡ്ഡിങ് സെറ്റൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കൈ നിറഞ്ഞ് കിടക്കും നമുക്ക്. ഇതൊക്കെ സാധാരണ നമ്മൾ വീട്ടിൽ ഡെയിലി യൂസിനൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ കളക്ഷൻസ് ഇവിടെയുണ്ട്. ഡെയിലി യൂസിന് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളത് മതിയെങ്കിൽ ശരി പൈപ്പ് ബാംഗിൾസ് എന്നാണ് കേട്ടോ ഇനി പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല വെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ 1/2 പവൻ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് പൈപ്പ് ബാംഗിൾസ്. കുറെ പേർക്ക് ഇങ്ങനെ പൊലിമ ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതേപോലത്തെ നമ്മുടെ ബാംഗിളിന്റെ സെക്ഷൻസ് സാധാരണ ഇതുപോലുള്ള ഇർക്കിൽ പോലുള്ള വളകളിൽ അധികം കളക്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഓരോ വളയും ഓരോ ഡിസൈനായിട്ടാണ് ഇത് വരുന്നത്. ഒരുപാട് നെക്ലസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലസ് ആയിട്ടാ 1 ഗ്രാം 2 ഗ്രാം 3 ഗ്രാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. എല്ലാം ഈ ഭാഗം ഫുള്ള് നമ്മൾ നൂൽ നെക്ലസുകളൊക്കെ ഇല്ലേ, അതാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. 2 ഗ്രാം മുതലുള്ള ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് 2 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി. ഇതെല്ലാം പേളിന്റെ നെക്ലസുകളാണ്. 1/2 പവൻ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1/2 പവനൊക്കെ ആകുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെയർ, പിന്നെ 2 ലെയർ വരുമ്പോൾ 3/4 പവൻ, 3 ലെയർ വരുമ്പോൾ 1 പവൻ, അങ്ങനെയുള്ള ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ്. പെൻഡന്റ് ടൈപ്പ് വരുന്നത് അതിൽ തന്നെ ഗോൾഡ്, റോസ് ഗോൾഡ്, അങ്ങനെ പേളിൽ തന്നെ പല കളേഴ്സിലും വരുന്നുണ്ട്. ഫുൾ വൈറ്റ് ആയിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത്.
ഇത് മാത്രമായിട്ട് നമ്മളിപ്പോ കഴുത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഭംഗിയിൽ കിടക്കുമല്ലേ ഇങ്ങനെ ഈ കല്ലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണോണ്ട് നല്ലൊരു ഭംഗിയിൽ ഉണ്ടാകും. സിമ്പിള് എന്നാൽ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ. ഇതാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് കേരള സെറ്റ് ആണ് ഒരു പോർഷൻ ഫുള്ളും സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ എല്ലാ ഷോപ്പിലും ഇതേപോലെ തന്നെ ഓരോ സെക്ഷൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. വെഡിങ് സെറ്റ് 3 പവൻ തൊട്ടുള്ള വെഡിങ് സെറ്റില് 2 പാർട്ടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് 1/2 പവൻ മുതലുള്ള ഡിസൈനുകൾ. ഇതെല്ലാം 1/2 പവൻ തൊട്ടുള്ളതാണ്. ഇതെല്ലാം പെൻഡൻ ടൈപ്പ് വരുന്നുണ്ട്, നമ്മുടെ കളിയൂഞ്ഞാൽ മോഡൽ വരുന്നുണ്ട്. ഇതെല്ലാം 1/2 പവൻ തൊട്ടുള്ള സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കാശി നെക്ലസ് 1/2 പവനിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ ഒരു കാശി മോഡൽ ഇതൊക്കെ 1/2 പവനാണ് വരുന്നത്. 1/2 പവൻ 1/2 പവൻ തൊട്ട് ഇതേപോലത്തെ നെക്ലസുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. പിന്നെ ഇത് കുറച്ച് ട്രെൻഡി ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഫസ്റ്റ് എത്തത് അതെല്ലാം 1/2 പവനാ. ശരി ശരി. അങ്ങനെ ഫുള്ളും നമ്മൾ 1/2 പവൻ തൊട്ട് ഹെവി വെയിറ്റ് വരെയുള്ള 6 പവൻ 7 പവൻ ഒരു 3 പവൻ തൊട്ട് ഒരു 100 പവൻ വരെ സെറ്റ് ചെയ്യണ രീതിയിൽ നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്തേക്കുക. ഫുള്ളായിട്ട് അതിനിടക്ക് മറ്റേ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ മോഡലും ജൂനകട അങ്ങനെ വേറെ നെക്ലസുകൾ വേറെ മോഡലുണ്ട്. കേരള വർക്കാണെങ്കിൽ ഇതേപോലെ പിച്ച് മുട്ട് നല്ല ലൈറ്റ് വെയിറ്റില്. ഗോൾഡിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. 1 പവന്റെ ആണ് ഇത് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് വന്നേക്കുന്ന പിച്ചുമുട്ട് മോഡല്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. അപ്പൊ ഒരു 10 പവനായിക്കോട്ടെ 5 പവനായിക്കോട്ടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് ഇതിപ്പോ ഇത്രയും കൂടി ഈ ഒരു സെറ്റ് ഇപ്പൊ എത്ര പവൻ ഉണ്ടാവും? 8 പവൻ അടുത്തുള്ളൂ. 8 പവനാണ് കേട്ടോ. 8 പവന് ഇതാ കണ്ടാവും. ഒരു വെഡിങ്ങിന് ഇതിൽ കൂടുതൽ വേണം എന്നില്ല എനിക്ക് തോന്നുന്നു. അത്രക്കും മാത്രം കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കിടക്കൂലേ? നന്നായിട്ട് നിറഞ്ഞു കിടക്കും. ഇത് വന്നിട്ട് 3 പവന്റെ വെഡിങ് സെറ്റ് അല്ലേ? എങ്ങനെ വരുന്നത് ഇത്? ഇത് നമുക്ക് ഫുൾ സെറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ എല്ലാം ഉൾപ്പെടെ ചിലവർ വന്നിട്ട് പറയും വേണമെങ്കിൽ റിങ് വേണ്ട, അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് അല്ലാതെ എല്ലാം ആ വെയിറ്റ് നമ്മൾ വേറെ നെക്ലേസിലേക്ക് ഉൾപ്പെടുത്തും. നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും മാലയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിലൂടെ സെറ്റ് ചെയ്ത് എടുക്കാം. അത് എല്ലാവരുടെയും ഡൗട്ടാണ്. ഞാൻ കാണിക്കുമ്പോ ചോദിക്കും അത് മാത്രമേ എടുക്കാം. അല്ല, നമ്മുടെ ഇത്രയും കളക്ഷൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. നമ്മളുടെ ഒരു മനസ്സിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കാണിക്കണം എന്നേ ഉള്ളൂ നമ്മുടെ ചാനലിൽ കൂടെ. ഇത് ഫുള്ളായിട്ട് 5 പവന്റെ സെറ്റിൽ വരുന്നത്. ഇത് 7 പവന്റെ കളക്ഷനാണ് കേട്ടോ. 7 പവന്റെ വെഡിങ് സെറ്റ് അല്ലേ? നമുക്ക് യു ഷേപ്പ് ഉണ്ടാവും, കളിയൂഞ്ഞാലുണ്ടാവും, പെൻഡന്റ് ടൈപ്പ് ഉണ്ടാവും. നമുക്കിപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു മാല വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വളയും കമ്മലൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ ഇതിന്റെ കൂടെ തന്നെ. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ വരുന്ന കസ്റ്റമറിന്റെ ബഡ്ജറ്റിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. ശരി ശരി. ഏറ്റവും ലൈറ്റ് വെയിറ്റ് തൊട്ട് ഏറ്റവും ഹെവി വെയിറ്റ് വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലും ലൈറ്റ് വെയിറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് 7 പവന് തരണമെങ്കിൽ കഴുത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. നമ്മുടെ വെഡിങ് സെറ്റിനൊക്കെ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഷോപ്പിലൊക്കെ ഇതുപോലെ പോകാറുള്ളത്. ഇച്ചിരി അത്യാവശ്യം പൊലിമയിലൊക്കെ വെഡിങ്ങിനൊക്കെ എപ്പോഴും നമ്മൾ ഇച്ചിരി വലുതായിട്ടുള്ള ടൈപ്പൊക്കെയാണ് എടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ 7 പവന്. ഞാനിത് ഫസ്റ്റ് അങ്ങനെ 7 പവൻ എനിക്ക് തോന്നിയില്ല, കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയേട്ടാ. നമ്മൾ ഈ കാണുന്നതെല്ലാം ഇതുപോലെ 3 പവന്റെയും 5ഉം 6ഉം 7ഉം പവന്റെ ഒക്കെ വെഡിങ് സെറ്റ് ആണ് കേട്ടോ. ഇതെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു 7 പവൻ 6 പവന്റെ ആണ് ചോക്കർ. അങ്ങനെ ഫുള്ളായിട്ട് നെക്കിൽ ചേർന്ന് കിടക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആ നെക്ലേസ് നമുക്ക് 1.5 പവനില് കുറച്ച് ട്രെൻഡി ആയിട്ട് വന്ന കളക്ഷൻസ്. S 6 പിന്നെ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടാ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരു ഏതൊക്കെ ലെറ്റർ വേണോ അതൊക്കെ കിട്ടും. ഇതിന്റെ തന്നെ കുറെ ട്രെൻഡി കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോ ചെയ്തു വന്നത് ഒരു ഓർഡർ ആയിരുന്നു. 4.5 ഗ്രാം ഉള്ളൂ. ഇതിട്ട് ഈ ഊഞ്ഞാല് പോലെയില്ലേ, കൊളുത്തില്ലാതെ രണ്ടറ്റത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചൂസ് ചെയ്യാം. ഇതിന്റെ ഒരു പിക്ക് ഉണ്ട് നമ്മുടെ കയ്യില്. പിക്ക് കാണിച്ചിട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര ദിവസത്തിനുള്ളിൽ അവർ പറയുന്ന വെയിറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ സെക്ഷൻ ഫുള്ളും നമുക്ക് ആന്റിക് ചെറ്റിനാടാണ് വരുന്നത്. ഫുള്ളായിട്ട് ലോങ്ങും ഷോർട്ടും ഒരു 2 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ലോങ് ആയിട്ട് അത്യാവശ്യം ഒരു കുറച്ച് ട്രഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കിട്ടും. നമുക്ക് ആന്റിക് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 പവനൊക്കെ ഉള്ളൂ. ഇതുപോലെ ഈ കളക്ഷൻസ് ഒക്കെ ഇത് 1 പവൻ 2 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഒരു വെഡിങ് സെറ്റിലാണെങ്കിലും നമുക്ക് ഒന്ന് ഇതാക്കാം. ഇത് കണ്ടോ, ഇതൊരു വെഡിങ് സെറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു 12 പവന്റെ. പക്ഷെ അതിനകത്ത് ഒരു ഡയമണ്ട് നെക്ലസ് കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒന്നും പേര് പറഞ്ഞു തരാൻ ഇത് എടുത്ത് ഓരോ ഡിസൈനും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ പേരിൽ തന്നെ ഷംനയത്തിന്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്നിന്റെയും ഗ്രാമും അതുപോലെ തന്നെ ഓരോ ഡിസൈനിന്റെ പേരൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു തരും. കുറച്ചും കൂടെ നല്ലൊരു വെറൈറ്റി ആയിട്ട് കളക്ഷൻസിൽ വരുന്നതുകൊണ്ട് നല്ല ഇത് ഈ ഒരു മോഡലൊക്കെ ഉണ്ട്. ആന്റിക്കിൽ വരുന്നതാ. ഏകദേശം ഒരു 3.5 പവനൊക്കെ ഉള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. വെയിറ്റും റേറ്റും അടക്കമാണ് കാണിക്കുന്നത്.
ഇത് ഏകദേശം 3 പവൻ്റെ കുറച്ച് നല്ലൊരു ക്വൈറ്റി ഡിസൈനിൽ ഹാങ്ങിങ് ഒക്കെ ഇട്ട് വന്നേക്കുന്നതാണ്. ഇത് പിന്നെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഒരു 5 പവൻ 4.25 5 പവനിലൊക്കെ. ഇത് നമുക്കൊരു 4.5 പവനിൽ ജുനാഗഡ് മോഡൽ വരുന്നതാണ്. നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയാണ്. ഇതെല്ലാം ഭയങ്കര ഫ്ലെക്സിബിളാണ്. നല്ലൊരു പാറ്റേണിൽ ഫ്ലോറൽ ഫ്ലവർ ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ. 2 പവനേ എൻ്റെ ഉള്ളൂ. ഇത് നമ്മുടെ കൊച്ചു കുട്ടിക്ക് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. ഇതുപോലെ വളയും അതുപോലെ തന്നെ ചെറിയൊരു റിങ്ങും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ്. 1.5 ഗ്രാമിൻ്റെയാണ്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇതാ ഇത് 2 ഗ്രാമിൻ്റെ ഒരു കൈ ചെയിനാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ കിടക്കട്ടോ. അപ്പം ഡെയിലി യൂസിന് പറ്റിയതല്ലേ ഇത്? നമുക്ക് ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഹാൻഡ് സെറ്റ്. അതെ, ഇവിടെ ഒരു റിങ് വരും അല്ലേ? ശരി ശരി ശരി. റിങ്ങിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ, അതെ, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഇടാം. പണ്ടൊക്കെ കൈ നിറച്ചുള്ള, അതെ, ഇപ്പൊ അത് സിമ്പിളായി. എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള കാര്യം നോക്കുന്നത്. എല്ലാ കളക്ഷൻസിലും അതേപോലെ സിമ്പിൾ വന്നു തുടങ്ങി. അപ്പൊ അതേപോലെ ഉള്ളത് ഇതിന്റെ തന്നെ സ്റ്റോൺസ് വെച്ചതൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒന്നും ഇല്ലാത്ത. ഓക്കെ ഓക്കെ ശരി. ഇത് പാൽസരമാണ്. കരിമണിയുടെ 1/2 പവനുള്ളൂ. ഈ ടൈപ്പിൽ നമുക്ക് പാദസരം കിട്ടും കേട്ടോ. പേള്, അതായത് ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് പേളിലൊക്കെ പാദസരം ഉണ്ട്. അല്ലാതെ സ്റ്റോൺ ടൈപ്പിലും പാദസരങ്ങളുണ്ട് കേട്ടാ. 1/2 പവനുള്ളൂ. ജോഡി 1/2 പവനുള്ളൂ. രണ്ടും കൂടി 1/2 പവൻ. അതായത് ഒരു കൊലുസ് വന്നിട്ട് 2 ഗ്രാമേ ഉള്ളൂ അല്ലേ? പക്ഷെ ഡെയിലി യൂസും ആണ്. അങ്ങനെ ഇത് വന്നിട്ട് മാമോദീസ സെറ്റാണ് കേട്ടാ. അപ്പൊ ഇത് ഇത്രയും കൂടി എല്ലാം കൂടി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് 1 പവനാണ് കേട്ടോ. അതായത് ഇത് വന്നിട്ട് ഇത് മാല തന്നെയാണ്. ഇത് അരഞ്ഞാണം. ഓ, ഇത് അരഞ്ഞാണം. 3 ഗ്രാമിന്റെ അരഞ്ഞാണം. പിന്നെ ഇതാ ഇതുപോലെ ഒരു ചെയിൻ ഉണ്ട്. 2 ഗ്രാമിന്റെ മാല. ശരി. പിന്നെ നമുക്ക് 1 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ്, 2 ഗ്രാമിന്റെ തള, അല്ലെങ്കിൽ പെൺപിള്ളേർക്കാണെങ്കിൽ 2 ഗ്രാമിന്റെ പാവസരം ഉണ്ട് ജോഡി. പിന്നെ 1 ഗ്രാമിന്റെ വള. നമ്മുടെ ഈ റിങ്ങിന്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ കൂടുതൽ പേർക്ക് ഇഷ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ വന്നിട്ട് അറബിക് കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെഡ്ഡിങ് കളക്ഷൻസിന് വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് 2.5% വരെ പണിക്കൂലി ഉണ്ട്. പണിക്കൂലി കുറവ് 2% തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ടിൽ 50% പണിക്കൂലി കുറവുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ പറയുന്നത്. 4%. ശരി. ഇപ്പൊ മെയ് 31 വരെ നമ്മൾ ഓഫർ ഇട്ടേക്കണത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മെയ് 31 വരെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അതേപോലെ ഓഫറാണ് കൊടുക്കുന്നത്. എവിടെയൊക്കെയാണ് ഷോപ്പ് വരുന്നത്? നമുക്ക് എറണാകുളം, ആലപ്പുഴ ജില്ലകളിലായിട്ട് 7 ബ്രാഞ്ച് വരുന്നുണ്ട്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്ത് ലെഫ്റ്റും റൈറ്റും 2 എണ്ണം ഉണ്ട്. ഈ ഇടയ്ക്ക് ഇനാഗ്രേഷൻ റീ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞതും. പിന്നെ പൂക്കാട്ടുപടിയിൽ വരുന്നുണ്ട്. പിന്നെ വൈറ്റിലയിൽ വരുന്നുണ്ട്. പുതിയ ഫ്ലൈ ഓവറിന് താഴെ നെട്ടൂര് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വരുന്ന ആലപ്പുഴ ജില്ലയിലാണ്, ചേർത്തല താലൂക്കിൽ